നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് നിധിയോടൊപ്പം ഭാസ്കരൻ കാറിലേക്ക് കയറുവാണ്. നിധിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ ഏതാന്നും അറിയത്തില്ല. നിധിയുടെ മനസ്സിലെ പേടി, ഭാസ്കരൻ ഒരാളെ കൊന്നതല്ലേ, വേറെ ആരുമല്ല, സ്വന്തം ഭാര്യയെ കൊന്ന തന്നെ കൊല്ലും അങ്ങനെ ചെയ്യുമോന്നൊരു പേടി ഉണ്ടായിരുന്നു. ഭാസ്കരനാണെങ്കിലോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇറക്കി വിടാൻ പറ്റില്ലല്ലോ ഭാസ്കരനെ, കാരണം സുഭാഷിന്റെ സുധീഷിന്റെ ഒക്കെ അച്ഛനാണല്ലോ. തക്കലയ്ക്കാന്ന് പറയുകയും ചെയ്തു. ദൈവമേ, പണി പാടിയോ എന്നൊരു ചിന്ത. ബസ്സിന് പോയാൽ മതിയായിരുന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്. ആ സമയത്ത് സുഭാഷിനെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവിടാൻ സുധീഷ് പോകുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് സുനന്ദ അമ്മയും കൂടെ നടന്നു പോകുന്നുണ്ടേ. അപ്പൊ സുനന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് പെട്ടെന്ന് നോക്കി. അതുപോലെ തന്നെ സുനന്ദ നോക്കുവാണ്. ലളിതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇടി നേരെ നോക്കി നടക്കടി, അവന്റെ നോട്ടം കണ്ടില്ലേ, കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറഞ്ഞാലേ എന്റെ മോളെ തന്നെ നോക്കിക്കൊണ്ട് പോന്നു, ഒന്ന് നേരെ നോക്കി പോടാന്നൊക്കെ പറഞ്ഞു. സുധീഷ് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ മോളെ നോക്കിയാലും മതി, ബൈക്കിന് പോകുമ്പോ നോക്കിയതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങള്. സുനന്ദയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു സുഭാഷിനെ കണ്ടു കഴിഞ്ഞപ്പം. സുനന്ദയെ കണ്ടു കഴിഞ്ഞപ്പം സുഭാഷിനെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കണ്ണൊക്കെ നിറഞ്ഞൊഴുകി സുഭാഷ് കണ്ണ് തുടയ്ക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം സുധീഷ് ചോദിച്ചു, എന്താ സുഭാഷ് ഏട്ടാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അത് കണ്ണാടിക്കൂടെ കണ്ടതാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ലടാ, കണ്ണിനകത്ത് പൊടി വീണം തോന്നേ. പക്ഷെ സുധീഷിന്റെ കാര്യം മനസ്സിലായി, സുനന്ദയെ കണ്ടതിന്റെ വിഷമമെന്ന്. സുനന്ദയ്ക്ക് അതുപോലെ തന്നെയായിരുന്നു. സുഭാഷിനെ കണ്ടപ്പോൾ സഹിച്ചില്ല. എത്രയാന്ന് പറഞ്ഞാലും കുറെ കാലം മനസ്സിൽ കൊണ്ടുനടന്നല്ലേ. പെട്ടെന്ന് കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു തീരുമാനത്തിലെത്താനായിട്ട് സാധിക്കുന്നുമില്ല. സുഭാഷിയുടെ ഒപ്പം നിൽക്കണോ അതോ വീട്ടുകാരുടെ ഒപ്പം നിൽക്കണോന്ന് അറിയത്തില്ല. സുഭാഷിനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ സുനന്ദ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും സുഭാഷിന്റെ ഉള്ളിൽ സുനന്ദ ഉണ്ടായിരുന്നു. സുഭാഷിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ സുഭാഷിനും ഉണ്ടായിരുന്നു. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയം നിധി ഭാസ്കരന്റെ ഒക്കെ കാറിൽ പോവാണ്. ഭാസ്കരൻ നല്ല എൻജോയ് ചെയ്താണ് പോകുന്നത്. പാട്ടൊക്കെ കേട്ട് പാട്ടിനൊപ്പം ഡാൻസ് കളിക്കുന്ന പോലെ കയ്യൊക്കെ ഇട്ട് അനക്കാണ് പോകുന്നത്. നിധിക്കാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനാ, വെപ്രാളോ, ഇതെങ്ങനെയായി തീരുമെന്നും അറിയത്തില്ല. ദൈവമേ, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ചെന്നാൽ മതിയായിരുന്നു എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറെ ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ ഡ്രൈവറോട് പറഞ്ഞു, എടാ ഇതേ ആ സൈഡ് ചേർന്ന വണ്ടി ഒതുക്കുക, ആ ബോർഡ് കണ്ടില്ലേന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൈഡ് ചേർന്ന് വണ്ടി ഒതുക്കുവാണ്. പിന്നീട് ഭാസ്കരൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അവിടെ ബാത്റൂം ഉണ്ടായിരുന്നു. ബാത്റൂമിൽ പോയി നോക്കിയിട്ടൊക്കെ വന്നിട്ട് നിധിയോട് പറഞ്ഞു, ഇതേ ബാത്റൂമിൽ പോണേ ഇവിടെ പോയി കയറിക്കോ, നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന ബാത്റൂമാന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, വേണ്ട, വേണ്ടാന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി കുറെ സമയം നമ്മുടെ ലേറ്റ് ആയിട്ടോ അവിടെ എത്തുള്ളൂ, അത്ര സമയം ബാത്റൂമിൽ പോകാതിരിക്കണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ നിധി ഒടുവിൽ എന്ത് ചെയ്തു, ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് ഡ്രൈവറോട് പറഞ്ഞു, എടാ നീ അങ്ങ് നോക്കിയേ, കുറച്ചപ്പുറം മാറി കണ്ട ഒരു ബോർഡ് കണ്ടോന്ന് ചോദിച്ചു. അവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടും, നല്ല ചിക്കൻ ബിരിയാണി കിട്ടും, നീ പോയി ഒരു 3 ബിരിയാണി വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഞാനിതിലൂടെ ലോഡും വണ്ടിയെ വരണ സമയത്ത് എന്ന് വന്നാലും ഇവിടെ വന്നിട്ട് ഞാൻ കഴിക്കുണ്ടായിരുന്നുള്ളൂ, നല്ല രുചിയാ, നീ പോയി പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അവൻ പോയി. ഈ സമയം നിധി ബാത്റൂമിലൊക്കെ പോയിട്ട് വന്ന് കാറിലേക്ക് കയറി. അപ്പോഴേക്കും ഭാസ്കരൻ എന്ത് ചെയ്തു, ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുവാണ്. ആ സമയം നിധി ഒരു ഞെട്ടലോട് നോക്കി. ഭാസ്കരൻ പറഞ്ഞു, ആ ഈ പോയാലോന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നിധി ഇങ്ങനെ അന്താളിപ്പോടെ നോക്കി. ഡ്രൈവറെ കാണുന്നില്ല. ഡ്രൈവിംഗ് സീറ്റിലാണ് ഭാസ്കരന്. പേടി വരാതിരിക്കുവോ, എന്താ ഏതാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. തന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നാണോ, അതുകൊണ്ടാണോ ഡ്രൈവറെ പറഞ്ഞു വിട്ടേന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു. നിധിക്ക് ചോദിക്കാനും പേടി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഭാസ്കരൻ വണ്ടി എടുത്തു. അങ്ങനെ ഇത്തിരി കുറെ മുമ്പോട്ട് ചെന്നിട്ട് ആ ഹോട്ടലിന് മുന്നിൽ ചെന്നിട്ട് വണ്ടി നിർത്തി. കാർ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ഡ്രൈവർ അങ്ങോട്ട് വന്നു. ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. അവനോട് പറഞ്ഞു, നീ കയറാന്ന് പറയണം. അല്ല അങ്കിളാണോ വണ്ടി ഓടിക്കണേ, ഞാൻ ഓടിച്ചോളാം എന്ന് പറയണം. കുറച്ച് സമയം ഞാൻ ഓടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കയറി. ഈ സമയത്ത് ഭാസ്കരൻ പറഞ്ഞു, വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാന്ന് നീ കണ്ടോളാൻ പറഞ്ഞു. എടാ എപ്പോഴും വണ്ടിയുടെ നടുവിൽ കൂടെ ആണല്ലോ പോണ്ടേ, ലെഫ്റ്റ് ചേർന്ന് പിടിച്ചു പോണം. പിന്നെ വണ്ടിയിൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും അവരൊന്നും ഒരിക്കലും അറിയാൻ പാടില്ല വണ്ടിയിൽ ഇരിക്കുന്നതെന്ന്. അത്ര നല്ല സ്മൂത്ത് ആയിട്ട് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. ഇത് നീ ചുമ്മാ ദേ കുതിരപ്പുറത്തിരിക്കുന്ന പോലെയല്ലേ വണ്ടി ഓടിക്കുന്നേ. ഇപ്പോഴെങ്ങനെയുണ്ട് എൻ്റെ ഡ്രൈവിംഗ്, എങ്ങനെയുണ്ട്? സൂപ്പറാ, കൊള്ളാം അങ്കിളേന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വേണം. അതെ 10, 12, 13 ടണ്ണൊക്കെ വെച്ച് ലോറിക്ക് പോകുന്ന സമയത്തെ എത്ര നല്ല സ്മൂത്തായിട്ട് അറിയാം ഞാൻ വണ്ടി ഓടിക്കുന്നേ. വലിയ വണ്ടി ഓടിച്ചിട്ട് കുഞ്ഞു വണ്ടി ഓടിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും സാരമില്ല എന്നൊക്കെ പറഞ്ഞു. നിധിക്കാണ് ആ പട വെപ്രാളം. നിധി പറഞ്ഞു, അല്ല അത് പിന്നെ ഉണ്ടല്ലോ. എന്താ? അല്ല ഡ്രൈവർ വണ്ടി ഓടിക്കില്ലേ, തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ തന്നെ ഓടിക്കാം എന്ന് പറഞ്ഞു. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി ഒരു സൈഡ് ചേർത്ത് നിർത്തുവാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്തിനാവോ നിർത്തിയത് എന്നൊരു ചിന്തയായിരുന്നു നിധിക്ക്. പിന്നീട് ഭാസ്കരൻ ഇറങ്ങിയ ഡ്രൈവറോട്, ബാ
ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിറക്കി കഴിഞ്ഞപ്പോൾ നിധി നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഹോട്ടലൊന്നും കാണുന്നില്ല. ഇതെന്താ ഹോട്ടലൊന്നും ഇല്ലാതെ പിന്നെ ആഹാരം കഴിക്കണമെന്ന് പറയണേ. അപ്പോഴേക്കും പാഴ്സൽ എടുത്തു ഭാസ്കരന്. നിധിയുടെ കയ്യിലേക്ക് ഒരു പാഴ്സലും കൂടെ കൊടുത്തു. ഇതേ കഴിച്ചോളാൻ പറഞ്ഞും കൂടെ കൊടുക്കണം, കാറിലിരുന്ന് കഴിച്ചോ. ഭാസ്കരനും അവനും കൂടെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവർ പുറത്ത് വന്നിരുന്ന് കഴിക്കുകയാണ്. ഈ സമയം നിധി ഞെട്ടിപ്പോയി. ദൈവമേ, പെട്ടുപോയെന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ഇനി പണിയാകുമോ? കഴിക്കാനും പറ്റുന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നിധി കഴിക്കാതിരിക്കുക. എന്താ കഴിക്കണില്ലേന്ന് ചോദിച്ചു. നിധി പെട്ടെന്ന് കഴിച്ചു. പിന്നീട് ഭാസ്കരൻ എന്ത് ചെയ്തു, ഒരു കത്തി എളിയിൽ നിങ്ങൾ എടുക്കുവാണ്. ആ കത്തി എടുത്ത് തന്നെ മൂർച്ച നോക്കിക്കഴിഞ്ഞപ്പോൾ നിധി ഞെട്ടിപ്പോയി. ഇപ്പം തന്നെ കൊല്ലാൻ പോകാൻ തോന്നേ. നിധി പേടിച്ചിരിക്കുന്ന സമയത്ത് കവറിനകത്ത് ഒരു ആപ്പിൾ എടുത്തു. ആപ്പിൾ ചെത്തുവാണ്. ഹൗ, രക്ഷപ്പെട്ടു, ആപ്പിൾ ചെത്തിയതാ. അപ്പോഴേക്കും ഡ്രൈവർ ചോദിച്ചു, അല്ല ഇപ്പോഴല്ലേ ബിരിയാണി കഴിച്ചേ, പിന്നെ ഈ ആപ്പിൾ കഴിക്കേണ്ട കാര്യം ഉണ്ടാക്കളെ. അതെ, ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാം ഏതൊക്കെ കഴിക്കണം എന്നുള്ള, നീ നിന്റെ പണി മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെയൊന്നും മിണ്ടിയില്ല ഡ്രൈവർ. പിന്നീട് അവർ വീണ്ടും യാത്ര തുടർന്നു. കഴിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ട് കാർ നിർത്തുവാണ്. പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഭാസ്കരൻ ഞെട്ടിപ്പോയി. ഭാസ്കരൻ ഒരു നിമിഷം കണ്ണു തുറന്ന് നോക്കുകയാണ്. ഭാസ്കരൻ എന്ത് പരിപാടിയാണ് നീ കാണിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഡ്രൈവർ അതേ കോളേജ് എത്തിയെന്ന് പറയണേ. എത്തിയോ എന്ന് ചോദിച്ചു. ഭാസ്കരൻ ചുറ്റി നോക്കി. പിന്നീട് നിധിയോട് ചോദിച്ചു, ഇതാണോ മോളെ നിന്റെ കോളേജിൽ നിന്ന് ചോദിച്ചു. അതേ അച്ഛന്ന് പറയണ. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണം. നല്ല വെയില്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ, സൂക്ഷിച്ചും കണ്ട് പോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ശ്വേത അങ്ങോട്ട് വന്നു. ശ്വേതയെ കണ്ടുകഴിഞ്ഞപ്പോൾ നിധി ശ്വേത എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ പറഞ്ഞു, മോളെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നേരത്തെ പോകണം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണം, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് പോകണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്വേത ചോദിച്ചു, ഇതാരാന്ന് ചോദിക്കുകയാണ്. പക്ഷെ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നിധി പറഞ്ഞു, നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവരങ്ങ് സംസാരിച്ച് നടന്നു പോകുന്ന സമയത്ത് പറഞ്ഞു, എടി നിന്നെ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ലോ, നിന്റെ പഴയ നമ്പറിലേക്ക് വിളിക്കാം, നോട്ട് റീച്ചബിളാ പറയണേ. നിധി പറഞ്ഞു, ഇപ്പം ആ നമ്പറില്ല എന്ന് പറയണം. അതെന്താ, എന്ത് പറ്റി നിനക്ക്? ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു പ്രേമം പോലും ഇല്ലാതിരുന്ന നീ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചെന്ന് പറഞ്ഞു. അതും വലിയ രീതിയിൽ കോളിലൊക്കെ സൃഷ്ടിച്ചൊരു വിവാഹം. പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോയി വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അത് ഞാൻ പറയാമെന്ന് പറയാം, അതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അപ്പോഴേക്കും നിധിക്ക് അറിയാവുന്ന കോളേജിലെ ഒരു സ്റ്റാഫ് അങ്ങോട്ട് വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ നിധി ചെന്ന് വിശേഷങ്ങളൊക്കെ തിരക്കണം. അപ്പോഴേക്കും ചോദിച്ചു, അല്ല ഇതെന്താ നിധി, നീ ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അതെ, എൻ്റെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി, അതിന് റീ അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറയണം. ആണോ, അന്നെങ്കിൽ വരാൻ പറയാണ്. അങ്ങനെ നിധിയും കൂട്ടി ഓഫീസ് റൂമിലേക്ക് ചെന്നു. ഓഫീസ് റൂമിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു മാഡത്തിനോട് പറഞ്ഞു, അതെ ഇവിടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി മാഡം, അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ട. ആണോ, എന്നാൽ ശരി ഞാൻ നോക്കിക്കളാന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് പുറത്തേക്ക് പോയി. ഈ സമയത്ത് നിധിയോട് ചോദിച്ചു, എന്താ നിധി ഇത്, ഇത്ര പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോകാനോ? കഴിഞ്ഞ ഇടയ്ക്കല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടിയത്? അല്ല അത് പിന്നെ മാഡം. അപ്പോൾ അവിടെ ഇരുന്ന് വേറൊരു സ്റ്റാഫ് ചോദിച്ചു, അല്ല ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെയാ പോയത്, നഷ്ടപ്പെട്ടു പോയതാണോ അതോ? നിധിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും പറഞ്ഞു, എൻ്റെ കൊച്ചെ, എന്നാലും നീ ഒരു കോളുകളൊക്കെ സൃഷ്ടിക്കുകയാണല്ലോ ചെയ്തേ, നിന്റെ വാർത്തകളൊക്കെ ന്യൂസിനകത്തും കണ്ടിട്ടുണ്ടായിരുന്നു പറയണം. നിധിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോഴേക്കും അടുത്ത സ്റ്റാഫ് ചോദിച്ചു, അല്ല എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പം അറിഞ്ഞില്ലായിരുന്നോ, പോലീസ് സ്റ്റേഷനിൽ പോയി കല്യാണം നടത്തിയതാ, വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു, ന്യൂസിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ മാഡം പറഞ്ഞു, നല്ല പ്രതീക്ഷയോടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച്, ഗോൾഡ് മെഡലൊക്കെ വാങ്ങിയതല്ലേ, എന്നിട്ടോ ഒടുവിൽ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒരുത്തൻ്റെ കൂടെ പ്രേമിച്ച് ഒളിച്ചോടിപ്പോയി, നല്ലൊരു ഭാവിയുള്ളതല്ലേ, നീ അത് തൊലച്ചു കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര വിഷമായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര സങ്കടമായിരുന്നു നിധിക്ക്. ആ സമയത്ത് നിധിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന സ്റ്റാഫ് അയാൾ പുറത്തേക്ക് പോയി. അയാൾ നേരെ അരുണിനെ വിളിക്കുകയാണ്. അരുണിനെ വിളിച്ചിട്ട് അരുണിനോട് സംസാരിക്കുകയാണ്. ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അതെ നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ നിധി, അവളിവിടെ കോളേജിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കോളേജിൽ വന്നിട്ടുണ്ട് എന്തിന്? അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയാണ്, അവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിരിഞ്ഞപ്പോഴത്തേനും അരുൺ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഒരു കാരണവശാലും അവൾക്ക് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ പാടില്ല എന്നൊരു ചിന്ത മാത്രം അരുണിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവൾ അങ്ങനെ ഡിഗ്രി സർട്ടിഫിക്കറ്റും വെച്ച് ഇനിയൊരു ജോലി നേടാൻ പോകണ്ട, തങ്ങളെയൊക്കെ വെല്ലുവിളിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ, അങ്ങനെയാണ് അവൾക്കൊട്ടൊരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ അരുൺ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം നിധി ശ്വേതയും കൂടെ ഓഫീസ് റൂമിന് പുറത്തു വന്നിരിക്കുകയാണ്. ആ സമയത്താണ് സുധീഷ് വിളിക്കണേ. അപ്പോഴേക്ക് ശ്വേത പറഞ്ഞ്, നീ കോൾ എടുക്കാൻ പറയണം. അങ്ങനെ നിധി ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് മാറി. എന്താ സുധീഷ് എന്ന് ചോദിച്ചു. അല്ല അവിടെ എത്തിയോന്ന് ചോദിച്ചു.
എത്തി കോളേജിൽ എത്തിയെന്ന് പറയാം. എങ്ങനെയായി കാര്യങ്ങൾ? അതെ, പ്രിൻസിപ്പാളിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന് പറഞ്ഞു. പ്രിൻസിപ്പാൾ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. ആണോ? അല്ല, അച്ഛൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കൂടെ. അല്ല, അച്ഛൻ വരുന്ന കാര്യം നീ എന്നോട് പറയാതിരുന്നേ. അതിന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. വഴിക്കൊന്ന് അച്ഛൻ കാറ് കയറി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇത് അറിയുമായിരുന്നെങ്കിൽ ഞാൻ വന്നാൽ മതിയായിരുന്നല്ലോ. അച്ഛൻ വരുമെന്ന് അറിയുമായിരുന്നെങ്കിൽ. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എത്തിയേക്കാന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും അകത്തുനിന്ന് സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, നിധി ഇന്ന് പ്രിൻസിപ്പൾ വരത്തില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇനി പ്രിൻസിപ്പള് കോളേജിലേക്ക് വരത്തുള്ളൂ എന്ന് പറയാണ്, ലീവ് എന്ന് പറഞ്ഞു. അത് കേട്ടോ പിന്നെ നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് നിധിയോട് പറഞ്ഞു, ഇനി ഇവിടെ നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നിധിക്ക് അറിയത്തില്ലെന്ന് ചോദിച്ചു. നിധി ചോദിച്ചു, എന്താ മാഡം എന്താന്ന് ചോദിക്കണം. അതെ, സർട്ടിഫിക്കറ്റ് തരുന്ന ഇവിടെ നിന്നല്ല, ആദ്യം അതിനു വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയണം. സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടെന്ന് പോലീസ് സ്റ്റേഷനോട് കംപ്ലൈന്റ് കൊടുത്ത് FIR ആക്കണം. അതിനുശേഷം അതുമായിട്ട് നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലണം. അവിടെ ചെന്ന് അപ്ലൈ ചെയ്യണം. അതിനുശേഷമാണ് സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും നിധി പറഞ്ഞു, അത് പിന്നെ അതെ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ലെറ്റർ ആണെങ്കിൽ അങ്ങനെ തരാമെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഒരു അക്നോളജ്മെന്റ് ഫോം തരാം, നിധി അത് ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ പറയണം. അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഇതേ സമയം ശ്വേത പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ഫോമൊക്കെ മേടിച്ചുകൊണ്ട് വരാം, പേപ്പറൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്വേത അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ആ ഫോമൊക്കെ കൊണ്ടുവന്ന് നിധിയുടെ ഇടയിലേക്ക് കൊടുത്തു. നിധി അതെല്ലാം പൂരിപ്പിച്ചു. അതിനുശേഷം ഓഫീസ് റൂമിൽ കൊണ്ടുവന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇനിയിപ്പം കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയം ശ്വേത പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞുതരാം, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വരാൻ വേണ്ടി പറഞ്ഞത്. ഇത്രയും റിസ്ക് ഉണ്ടായിരുന്ന അറിയുമായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, സാരമില്ല പോട്ടെ എന്നൊക്കെ പറയണം. ആ സമയത്ത് ഭാസ്കരൻ കാരണത്തിന് നല്ല ഉറക്കമാണ്. ഭാസ്കരനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല നിധി ഇപ്പൊ തന്നെ വരുമെന്നും പറഞ്ഞാണല്ലോ പോയത്. അപ്പം നിധി തനിച്ചാണ് വന്നത്, നിധിയുടെ കൂടെ വേറെ ആരുമില്ല, ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് കോളേജിലെ ആ സ്റ്റാഫ് വിളിച്ച് അരുണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് അരുൺ അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ നിധി അങ്ങോട്ട് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു കാർ ചീറിപ്പാഞ്ഞ് നിധി ഇടിക്കുന്ന പരുവത്തിൽ വന്ന് നിൽക്കണം. പെട്ടെന്ന് സഡ ബ്രേക്ക് ഇട്ട് ശബ്ദം കേട്ട് കഴിഞ്ഞ് ഭാസ്കരൻ ഞെട്ടി ഉണ്ടെന്ന് നോക്കണം. അപ്പോഴേക്കും നിധിയെ ഇടിച്ചില്ലെന്ന മട്ടിലിങ്ങനെ നിൽക്കണം കാർ. അതിനകത്തുനിന്ന് അരുണിങ്ങ് ചാടി ഇറങ്ങി. അരുണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിധിക്ക് മനസ്സിലായി താൻ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ട് തൻ്റെ ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം. ഒരു നിമിഷം ഭാസ്കരനെ നോക്കണം. ആ സമയത്ത് അരുൺ ഇങ്ങോട്ടേക്ക് വന്ന് നിധിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എടി നിനക്ക് നാണം ഉണ്ടോടി, സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് വന്നിരിക്കുന്നു, അച്ഛൻ്റെ കാശിന് പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ച് ജോലി നേടാൻ നിനക്ക് നാണമില്ലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധിയെ ആക്ഷേപിക്കുകയാണ്. നിധിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. തൻ്റെ സർട്ടിഫിക്കറ്റും അച്ഛൻ കത്തിച്ചു കളഞ്ഞു. രണ്ടാമത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ പറയണേ. നിധിയും വിട്ടുകൊടുത്തില്ല. നിധിയും പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഭാസ്കരൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് നാളെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.